ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അപേക്ഷിച്ചവരുടെ മൂന്നാം ഗഡു പണം ഈ മാസം 31-നകം അടയ്ക്കണം. ഹജ്ജ് എംബോർക്കേഷൻ പോയിന്റുകൾ അനുസരിച്ച് വ്യത്യസ്തമാണ് തുകകൾ. സമയബന്ധിതമായി തുക അടച്ചില്ലെങ്കിൽ വിമാന ബുക്കിംഗ് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും കമ്മിറ്റി അറിയിച്ചു. അടയ്ക്കേണ്ട തുക സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖകൾ വഴിയോ ഓൺലൈനായോ പണമടയ്ക്കാം. പുറപ്പെടൽ കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തുക അടയ്ക്കേണ്ടത്. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജിന് യാത്ര തിരിക്കുന്നവർക്ക് ഇത്തവണയും അധിക തുക നൽകേണ്ടി വരും. കൊച്ചി എംബാർക്കേഷൻ വഴി യാത്ര പുറപ്പെടുന്നവർ 69,450 രൂപയും കണ്ണൂർ 74,600 രൂപ വീതവുമാണ് അടയ്ക്കേണ്ടത്. എന്നാൽ കരിപ്പൂർ വഴിയുള്ള തീർത്ഥാടകർക്ക് 91,100 രൂപയാണ് മൂന്നാം ഗഡു നൽകേണ്ടത്. തുക മാർച്ച് 31-നകം അടക്കണമെന്നാണ് നിർദ്ദേശം. നേരത്തെ 2 ഗഡുവായി അടച്ച 2,77,300 രൂപയ്ക്ക് പുറമെയാണ് മൂന്നാം ഗഡു. തുകയിൽ ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇൻഷുറൻസ്, ഹജ്ജ് സുവിധ, സ്മാർട്ട് വാച്ച് സേവനങ്ങളും ഹജ്ജ് തുകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബലികർമ്മത്തിന് ഓപ്റ്റ് ചെയ്തവർ 720 റിയാൽ, അതായത് 17,280 രൂപ കൂടി അധികം അടക്കണം. കവർ നമ്പർ ഉപയോഗിച്ച് ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ അടയ്ക്കേണ്ട തുക സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖകൾ വഴിയോ ഓൺലൈനായോ പണമടക്കാം. സമയപരിധിക്കുള്ളിൽ തുക അടച്ചില്ലെങ്കിൽ വിമാന ബുക്കിംഗ് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും കമ്മിറ്റി അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1, മക്ക.